ഹലോ കൂട്ടുകാരെ, എൻ്റെ പേര് പരമേശ്വരൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 4ാമത്തെ സെഷനാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 3 സെഷൻസായി നമ്മൾ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആദ്യത്തെ 2 സെഷനിൽ നമ്മൾ 3 ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിന് കണക്റ്റഡായി വരുന്ന ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ ഫോഴ്സും അതേപോലെ മൊമെൻറ്റം അതൊക്കെ പഠിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റവും അതേപോലെ റീകോയിൽ ഓഫ് ഗണ്ണും നമ്മൾ നോക്കിയായിരുന്നു. ഈ സെഷനെല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അതായത് ഇവിടെ കാർഡ്സിൽ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവയുടെ എല്ലാം ലിങ്ക്സ് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ സെഷൻ കാണാൻ നിർബന്ധമായ ആ പ്രീവിയസ് സെഷൻ കാണണമെന്നില്ല, പക്ഷേ അത് കണ്ടിട്ട് വരുന്നതായിരിക്കും ഒരു ഫ്ലോയിന് എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രിക്ഷൻ, മലയാളത്തിൽ ഘർഷണം എന്ന് പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടി, ഭൗതിക അളവ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെഷൻ തുടങ്ങുന്ന മുന്നേ ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊള്ളട്ടെ, ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ്, ആൻഡ് ഇഷ്ടത്തോടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും നിങ്ങൾക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ അയ്യോ പഠിക്കണമല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. ഞാൻ വളരെ എളുപ്പമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ദയവേത് കമൻസിൽ പോയി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എഴുതുക. ഞാനത് വായിച്ചിട്ട് ഉത്തരം തരാൻ ശ്രമിക്കാം. അതേപോലെ നോട്ട്സ് വേണം എന്നുള്ള പിള്ളേർ ഞാൻ പറയുമ്പോൾ ഇടയ്ക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ബോർഡിലുള്ള കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ട്സ് ആയിട്ട് എഴുതിയെടുത്തോളാം. അതാണ് ബെസ്റ്റ് മെത്തേഡ് നോട്ട്സ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ പോലെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീനെ കുറിച്ചാണ്. മലയാളത്തിൽ പറയുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഘർഷണം എന്ന് നമ്മൾ പറയും. എന്താണ് ഫ്രിക്ഷൻ? ഫോഴ്സ് ദാറ്റ് ഡെവലപ്സ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് കോൺടാക്ട് ഓഫ് ടു ബോഡീസ് ആൻഡ് ദാറ്റ് ഒപ്പോസിറ്റ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം. ഓക്കെ, പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായി ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് ഞാൻ നോക്കുന്ന ബോഡി. ഓക്കെ, ഇതിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ആ ബോഡി ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആ ബോഡിയാണെന്ന് വിചാരിക്കുക. അതിലാകെ ഉള്ള ഫോഴ്സ്, വെറുതെ അതിരിക്കുമ്പോൾ അതിലാകെ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ട് അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും. സോ താഴോട്ട് ഒരു mg ഉണ്ട്. ആ mgക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി തേർഡ് ലോ പറയുന്നത് എന്താണ്? ഒരു ഫോഴ്സ് ഒരു ബോഡി മറ്റൊരു ബോഡിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ബ്ലോക്ക് ഞാൻ വരച്ചേക്കുന്ന ഈ ബ്ലോക്ക് തന്നെയാണ് വരച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ വെയിറ്റ് അത് ഭൂമിയിൽ വെച്ചേക്കാണെന്ന് വിചാരിക്കുക, തറയിൽ. അത് താഴോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി തറ ആ ബോഡിയിൽ ഒരു ഫോഴ്സ് തരും, അല്ലെങ്കിൽ റിയാക്ഷൻ തരും. അതിന് നമ്മൾ നോർമൽ റിയാക്ഷൻ R എന്ന് പറയും. അപ്പോൾ ഈ 2 ഫോഴ്സസേ ഉള്ളൂ ആ സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. ഈ തറയും ആ ബ്ലോക്കും കൺസിഡർ ചെയ്യുമ്പോൾ ആ 2 ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പറയുന്നത് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, ബാലൻസ്ഡ് അല്ലാന്ന് പറഞ്ഞാൽ ഈക്വലായി ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടും പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ അൺബാലൻസ്ഡ് ആയി ഒരു സൈഡിൽ മാത്രം ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിലുണ്ടായിരുന്ന ബോഡി മൂവ് ചെയ്യും. റെസ്റ്റിലായിരുന്ന ഈ ബോഡി വെറുതെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിന്ന ബോഡി മൂവ് ചെയ്യും എന്നാണ് ന്യൂട്ടൺസ് ലോസ് ഓഫ് ഫസ്റ്റ് ലോ പറയുന്നത്. പക്ഷേ എനിക്കറിയാം, ഞാൻ വളരെ പതുക്കെ ഇതിനെ തള്ളിയാൽ ഇത് മൂവ് ഒന്നും ചെയ്യത്തില്ല. പതുക്കെ തള്ളുവാണെന്നുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യത്തില്ല. പക്ഷെ തള്ളി കുറച്ച് നന്നായിട്ട് തള്ളുമ്പോൾ മാത്രമേ ഇത് മൂവ് ചെയ്യത്തുള്ളൂ. അതായത് എൻ്റെ തള്ളലിൻ്റെ ശക്തി നന്നായി ഞാൻ കൂട്ടിയാൽ മാത്രമേ ഈ ബോഡി മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നില്ല. ഈവൻ ദോ എക്സ്റ്റേണലായി അൺബാലൻസ്ഡ് ആയി ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഫോഴ്സ് കൊടുത്തപ്പോൾ ആദ്യം ഈ ബോഡി മൂവ് ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങോട്ട് തള്ളുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ട് അവിടെ എവിടെയും. അതുകൊണ്ടാണ് ഈ ബോഡി ആദ്യം മൂവ് ചെയ്യാത്തത്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പുറത്ത് കാണിക്കുവാണ്. ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്, ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ FS എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ബോഡിയുടെ ആ മൂവ്മെന്റിന് ഒപ്പോസിംഗ് ആയി വരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്നത്. ഫോഴ്സ് ദാറ്റ് ഡെവലപ്സ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് കോൺടാക്ട് ഓഫ് ടു ബോഡീസ്. എവിടെയാണ് അത് വരുന്നത്? ഈ കോൺടാക്ട് സർഫസിലായിരിക്കും. ഈ ബ്ലാക്ക് ആയിരിക്കുന്ന ബ്ലോക്കിനും ഈ നീലയിൽ കാണിച്ചിരിക്കുന്ന ബ്ലൂവിൽ കാണിച്ചിരിക്കുന്ന സർഫസും തറയും തമ്മിലുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ട്. ഈ ആ സർഫസിലായിരിക്കും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡെവലപ്പ് ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് കോൺടാക്ട് ഓഫ് ടു ബോഡീസ് ആൻഡ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷനെ തടസ്സപ്പെടുത്തുന്നതുമായിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം. നോക്കാം, ഇതൊരു ബ്ലാക്കിൽ ഒരു ബ്ലോക്ക് ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. മുകളിൽ ഒരു ബോഡി, താഴെ ബ്ലൂവിൽ മറ്റൊരു ബോഡി ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കോൺടാക്റ്റിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷെ സൂം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിൽ ഇതിൻ്റെ 2 സർഫസും സ്മൂത്ത് അല്ല. എത്ര മിനുസപ്പെടുത്തിയ സർഫസ് ആണെന്നുണ്ടെങ്കിലും മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സർഫസിലെല്ലാം ഇറഗുലാരിറ്റീസ് ഉണ്ടാവും. അതാണ് ഒരു മേജർ റീസൺ ഈ ഫ്രിക്ഷൻ വരാൻ കാരണം. അതായത് ഇങ്ങനത്തെ ഇറഗുലാരിറ്റീസ് കയറി ഉടക്കുന്നു.
അങ്ങനെ ഉടക്കുമ്പോൾ ആ മൂവ്മെന്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഫ്രിക്ഷൻ വരാനുള്ള ഒരു റീസൺ. മറ്റൊരെണ്ണം ഹാപ്പൻസ് ഡ്യൂ ടു സ്ട്രോങ് അറ്റോമിക് ഓർ മോളിക്കുലർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ സർഫസ്. ഈ സർഫസുകൾ തമ്മിൽ ഒരു മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അത് കാരണവും ഫ്രിക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ട അതിൻ്റെ ഡെഫിനിഷനാണ്. ആ ഡെഫിനിഷൻ ആയിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഫ്രിക്ഷൻ എപ്പോഴും 2 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു വലിയൊരു ടേബിളിൽ നിങ്ങൾ നീക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. ആദ്യം അതിനെ നീക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം അതിനെ തള്ളി നിൽക്കുമ്പോൾ ആദ്യം അത് മൂവ് ചെയ്യത്തില്ല. കുറേ നേരം നിങ്ങൾ നന്നായിട്ട് തള്ളി നിങ്ങളുടെ ശക്തി കൂട്ടി നന്നായി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നീങ്ങി തുടങ്ങും. അപ്പോൾ 2 രീതിയിലുള്ള ഫ്രിക്ഷൻ നമുക്ക് പറയാം. ഒന്ന്, ഇത് ചലനം ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. ഓക്കെ, അതിന് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. ചലനം ഇല്ലാത്ത അവസ്ഥയിൽ വരുന്ന ഫ്രിക്ഷനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. രണ്ടാമത്, ഇത് ചലിക്കുമ്പോഴും ഫ്രിക്ഷൻ ഉണ്ട്. ചലിക്കുമ്പോൾ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നമ്മൾ അരിസ്റ്റോട്ടൽ ഫാലസി ഓർത്താൽ മതി. അരിസ്റ്റോട്ടൽ എന്താണ് പറഞ്ഞത്? അരിസ്റ്റോട്ടൽ പറഞ്ഞത് ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അരിസ്റ്റോട്ടൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലി ചിന്തിച്ചു കഴിഞ്ഞാലും, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ സെഷനിൽ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഒരു കാറിൻ്റെ ടോയ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു കുട്ടി ഒരു കയറ് വെച്ച് അതിനെ വലിച്ചു കഴിഞ്ഞാൽ എത്ര നേരം വലിക്കുന്നോ അത്രയും നേരം കാറ് ചലിക്കും. വലിവ് വിട്ട് കഴിഞ്ഞാൽ, ആ കയറ് വിട്ട് കഴിഞ്ഞാൽ, ആ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറും സ്റ്റോപ്പ് ആവും. എന്തുകൊണ്ടാണ്? ടയർ റോൾ ചെയ്യുമ്പോഴും അവിടെ ഓപ്പോസിറ്റായ ഒരു ഫ്രിക്ഷൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി എത്രത്തോളം കാലം ഈ കയറ് പിടിച്ച് വലിക്കുന്നോ അത്രയും നേരം ഈ കാറ് പോവും. ആ കയറ് പിടിച്ച് വലിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ആ കാറ് നിർത്തും. കാരണം എന്താ? ഇപ്പോഴത്തെ ഫോഴ്സ് ഫ്രിക്ഷൻ ഫോഴ്സ് മാത്രമാണ് പിന്നെ ഉള്ളത്. അപ്പോൾ ബോഡി അനങ്ങുമ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ട്, ബോഡി നിൽക്കുമ്പോഴും ഒരു ഫ്രിക്ഷൻ ഉണ്ട്. അതാണ് 2 രീതിയിലുള്ള ഫ്രിക്ഷൻ. നിൽക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അനങ്ങുമ്പോൾ ഉള്ള ഫ്രിക്ഷൻ നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ഒപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻസ് ടു മൂവ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി ബട്ട് നോ ആക്ച്വൽ മോഷൻ ഹാസ് സ്റ്റാർട്ടഡ്. ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മുകളിൽ നിന്ന് അനങ്ങാൻ ശ്രമിക്കുന്നു, പക്ഷെ അനങ്ങി തുടങ്ങിയില്ല. അങ്ങനെയുള്ള ഫ്രിക്ഷനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ജസ്റ്റ് ബിഫോർ ദ ബോഡി മൂവ്സ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരിക്കൽ കൂടി ഞാൻ പറയുവാണ്, നിങ്ങളൊരു ടേബിളിനെ തള്ളാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ക്ലാസ്സിൽ ബെഞ്ചിനെ തള്ളാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം കുറേ നേരം തള്ളും, നല്ല ശക്തി കൂട്ടി നന്നായിട്ട് ശക്തി കൂട്ടുമ്പോൾ ഒരിക്കൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ച് പതുക്കെ തള്ളിയാൽ മതി, അതങ്ങ് മൂവ് ചെയ്തു പോകും. അപ്പോൾ ഫ്രിക്ഷൻ എപ്പോഴും വരുന്നത് ആദ്യം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, ഫോഴ്സ് കൂട്ടുന്തോറും ഫ്രിക്ഷൻ കൂടി വരും. എപ്പോഴും ഓർക്കുക, ഫ്രിക്ഷൻ വെറുതെ ഈ ഫോഴ്സ് ഇല്ലാത്ത സമയത്ത് ഫ്രിക്ഷൻ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, ന്യൂട്ടൺസ് ലോ പറയുന്നത് എന്താണ്? എപ്പോഴാണോ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഫോഴ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്ത് തുടങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഫ്രിക്ഷൻ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ ആ ഫോഴ്സ് കൂട്ടുന്നവർ ഈ എക്സ് ആക്സിസിൽ ഞാൻ അപ്ലൈഡ് ഫോഴ്സ് ആണ് വരയ്ക്കുന്നത്, നമ്മൾ തള്ളാൻ ഉപയോഗിക്കുന്ന ശക്തി. വൈ ആക്സിസിൽ അതിനുള്ള ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അപ്ലൈഡ് ഫോഴ്സ് എക്സ് ആക്സിസിൽ ഇങ്ങോട്ട് പോകുമ്പോൾ കൂടുന്നു. അങ്ങനെ കൂടുന്തോറും ഫ്രിക്ഷൻ കൂടി വരും. ഇതുവരെ മോഷൻ സംഭവിച്ചില്ല. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ശക്തിയായിട്ട് തള്ളുമ്പോൾ ഒരു പോയിന്റിൽ മോഷൻ ചെയ്ത് തുടങ്ങും, സാധനം മൂവ് ചെയ്ത് തുടങ്ങും. അതിനുശേഷം നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും മൂവ് ചെയ്യാൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഒരു ബെഞ്ചിനെ തള്ളി നോക്കിയാൽ മതി. അത് തള്ളി നീക്കുന്നവരെ നല്ല ശക്തി കൊടുക്കണം. അതിനുശേഷം കുറച്ച് പതുക്കെ ശക്തി കൊടുത്താലും ഇത് നീങ്ങിപ്പോകും. അപ്പോൾ ഒരു മാക്സിമം വാല്യൂ എത്തിയിട്ട് അതിനുശേഷം അപ്ലൈഡ് ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രിക്ഷൻ കുറഞ്ഞായിരിക്കും വരുന്നത്. ഇങ്ങനെ ആയിരിക്കും ഫ്രിക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ABC എന്ന് പറയുകയാണ്. A മുതൽ B വരെ നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴും ബോഡിക്ക് മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ആ B എന്ന് പറഞ്ഞ പോയിന്റ്, ആ പോയിന്റിന് എന്താണ്? ആ പോയിന്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ജസ്റ്റ് ബിഫോർ ദ ബോഡി മൂവ്സ്. ഈ Bയിലാണ് ബോഡി മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ആ ഉള്ള വാല്യൂവിനെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഓക്കെ, അതെന്താണ് സൂചിപ്പിക്കുന്നത്? ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെയും നമ്മൾ ശക്തി കൂട്ടിക്കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്ത് തുടങ്ങുന്നു എന്നാണ്. അതിനുശേഷം ഫ്രിക്ഷൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയും. അപ്പോൾ A to B വരെ കൂടി Bയിൽ മാക്സിമം ആയി, പിന്നെ അങ്ങോട്ട് B മുതൽ C വരെ പിന്നെ ഫ്രിക്ഷൻ കുറഞ്ഞായിരുന്നു പോയത്. ഇതാണ് നമുക്ക് ഫ്രിക്ഷൻ വേഴ്സസ് അപ്ലൈഡ് ഫോഴ്സ് ഗ്രാഫ് വരുന്നത്. അപ്പോൾ ആ പോയിന്റ് Bന് ഏത് പോയിന്റിലാണോ ഫ്രിക്ഷൻ മാക്സിമം ആവുന്നത് അങ്ങനെയുള്ള വാല്യൂവിനെ നമ്മൾ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ജസ്റ്റ് ബിഫോർ ദ ബോഡി മൂവ്സ്. ഓക്കെ, ഇനി നമുക്ക് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിലോട്ട് വരാം. എന്തെല്ലാം നിയമങ്ങളാണ് ഫ്രിക്ഷൻ ഫോളോ ചെയ്യുന്നത്? ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്രിക്ഷന്റെ എക്സ്പ്രഷനും എഴുതുന്നതായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഭൗതിക അളവാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു, ടൈപ്സ് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി നെക്സ്റ്റ് പറയേണ്ടത് ഇതിന്റെ എക്സ്പ്രഷൻ ആണ്. ആ എക്സ്പ്രഷൻ ഇപ്പോൾ പറയാൻ പോകണം. ആ ലോസ് പറഞ്ഞിട്ട് ലോയിന്റെ കൂടെ എക്സ്പ്രഷൻ പറയും. എന്താണ് ലോസ്? ഫസ്റ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോൺടാക്ട്. നമുക്കറിയാം
വളരെ മിനുസപ്പെടുത്തിയ സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കുറയുമായിരിക്കും. കാരണം അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രിക്ഷൻ ഉണ്ടാവാൻ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് സർഫസ് ഇറഗുലാരിറ്റി ആണ്. ഈ ഇറഗുലാരിറ്റിനെ നിങ്ങൾ തേച്ച് മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഇറഗുലാരിറ്റി കുറയും. സാധാരണ ഇങ്ങനെയാണ് ഇറഗുലാരിറ്റി ഇരിക്കുന്നത് വിചാരിക്കാം. ഞാൻ ഇതിനെ നന്നായി മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് ഇറഗുലാരിറ്റി കുറയും. അപ്പോഴും ഇറഗുലാരിറ്റി ഉണ്ടാവും, എന്നാലും ആ ഇറഗുലാരിറ്റി കുറയും. അങ്ങനെ ഇറഗുലാരിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫ്രിക്ഷൻ കുറവായിരിക്കും. അതാണ് പലപ്പോഴും നിങ്ങളിപ്പം നിങ്ങളുടെ തറ സിമെന്റ് തറയാണെന്ന് വിചാരിക്കാം, സിമെന്റ് ഇട്ട തറ ആണ് വീട്ടിലിരിക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് വസ്തുക്കൾ തള്ളി നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേത് ടൈലിട്ട തറയാണെങ്കിൽ നിങ്ങൾക്ക് തള്ളി നീക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൽ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാനും പറ്റുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എനിവേ, കാലിൻ്റെ അടിയിൽ ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഗ്രിപ്പിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഈ ഫ്രിക്ഷൻ കുറച്ച് കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, കുറച്ച് എണ്ണ എടുത്ത് ഞാൻ തറയിൽ ഒഴിച്ചു. അപ്പൊ എന്ത് പറ്റി? ഈ സർഫസ് ഇറഗുലാരിറ്റി ആണ്. ഇത് നമ്മുടെ തറയിന്റെ മൈക്രോസ്കോപ്പിക് ഇമേജ് ആണെന്ന് വിചാരിക്കുക. ഇത് എൻ്റെ കാലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും? ആ ഫ്രിക്ഷൻ ഇല്ലാതാവും. കാരണം അവിടെ മിനുസപ്പെടുത്തിയ എഫക്റ്റ് ആണ്. ആ രണ്ട് സാധനങ്ങൾക്കിടയിൽ ഒരു ലെയർ ഓഫ് ഓയിൽ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ വളരെ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാലെടുത്ത് ഓയിലിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ചറുക്കി വീഴുകയായിരിക്കും ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? അവിടെ ഫ്രിക്ഷൻ കുറയുന്നുണ്ടാണ്. അപ്പോൾ എപ്പോഴും എന്തൊക്കെ സർഫസാണ് കോണ്ടാക്റ്റ് വരുന്നത് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ ഉള്ളത്. ഇനി രണ്ടാമത്തെ നോക്കാം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട് ഇഫ് ആർ ഇസ് ദ സെയിം. ആർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ നാച്ചുറൽ റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷൻ ആണോ കിട്ടുന്നത്, വെയിറ്റിന് എത്രയാണോ അത്രയും തന്നെ ആയിരിക്കും റിയാക്ഷൻ കിട്ടുന്നത്. ആ ആറിന്റെ വാല്യൂവിനെ മാത്രമേ ഈ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, ഏരിയ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുവാണ്, ഈ ബോക്സ് ആണ് എനിക്ക് തള്ളി നീക്കണം വിചാരിക്കുക. ഈ ബോക്സ് ഒരു സർഫസിൽ ഞാൻ വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇതിനൊരു ഫ്രിക്ഷൻ ഉണ്ട്. ഇനി ഇതിന് ഞാൻ അടിച്ച് പരത്തുവാണെന്ന് വിചാരിക്കാം. അടിച്ച് പരത്തി കഴിഞ്ഞാൽ ഇതെന്താവും? ഇപ്പോൾ ഇത്രയും ഏരിയ ആയിരുന്നു കോണ്ടാക്ട്. ഇതിനെ അടിച്ച് പരത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇത് വലുതായി എന്ന് വിചാരിക്കാം. ഇതിന്റെ ഇരട്ടി വലുപ്പം വന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ഇതിനെ അടിച്ച് പരത്തുമ്പോൾ ഇതിന്റെ മാസും ഗ്രാവിറ്റിയും എല്ലാം സെയിം ആണ്. mg സെയിം ആണ്. mg സെയിം ആകുമ്പോൾ ഇതിന്റെ ആറും സെയിം ആയിരിക്കും. അപ്പോൾ അടിച്ച് പരത്തുമ്പോൾ ആകെ അവിടെ കൂടുന്നത് സർഫസ് ഏരിയ ആണ്, എത്ര സർഫസ് കോണ്ടാക്റ്റിൽ ഏരിയ വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഫ്രിക്ഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം അവിടെ ആർ മാറിയിട്ടില്ല. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എപ്പോഴാണ് ആറ് കോൺസ്റ്റന്റ് ആയി ഇരിക്കുന്ന സമയത്ത്. ആറ് കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഞാൻ സർഫസ് ഏരിയ കൂട്ടി എന്ന് പറഞ്ഞ് ഫ്രിക്ഷൻ ഒരിക്കലും കൂടാനോ കുറയാനോ പോകുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇത് വെച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. സർഫസ് ഏരിയ കൂട്ടി അപ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇനി നോക്കാം മൂന്നാമത്തെ. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഈ ആറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫ്രിക്ഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രിക്ഷണൽ ഫോഴ്സ് Fx, അതിന്റെ മാക്സിമം വാല്യൂ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് ഞാൻ എഴുതുന്നത്. ഈ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഈ സാധനമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിനാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? ഇതിന് ഒരു കോൺസ്റ്റന്റ് കൊടുക്കാം ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു μs എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആർ എന്ന് നമ്മൾ പറയുന്നു. where μs is the coefficient of static friction. μs നെ നമ്മൾ വിളിക്കുന്ന പേരാണ് coefficient of static friction. ഓക്കെ, അതിൽ നിന്നും എനിക്ക് μs എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? μs is equal to frictional force, limiting value of friction divided by r. ഓക്കെ, ഇതാണ് μsന്റെ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എങ്ങനെ μs കണ്ടുപിടിക്കാം എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കുക, ഈ μsന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യത്തിന് മാത്രമായിരിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ നേച്ചർ ഓഫ് സർഫസ്, വളരെ മിനുസപ്പെടുത്തിയ സർഫസ് ആണെങ്കിൽ μs ഓട്ടോമാറ്റിക്കലി കുറയും. മിനുസപ്പെടുത്താതെ പരപരപ്പുള്ള സർഫസ് ആണെങ്കിൽ μs കൂടും. അതിന് മാത്രമേ ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ μs എന്ന് പറഞ്ഞ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിന്റെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി μs നോക്കാം, മുകളിലും ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ മുകളിലും ഫോഴ്സ് ആണ് വരുന്നത്, താഴെയും നോർമൽ റിയാക്ഷൻ, അതും ഒരു ഫോഴ്സ് ആണ്. അപ്പോൾ യൂണിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുകളിലും ഫോഴ്സ് താഴെയും ഫോഴ്സ് രണ്ടും വെട്ടിപ്പോവും. ഇതിന് യൂണിറ്റ് ഇല്ല, ഇത് വെറും ഒരു നമ്പറാണ്. ആ നമ്പർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? നേച്ചർ ഓഫ് സർഫസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. പരപരപ്പുള്ള സർഫസ് ആണെങ്കിൽ ആ
മ്യൂസിൻ്റെ വാല്യൂ കൂടും, അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കൂടും. വളരെ മിനുസപ്പെടുത്തിയ സർഫസ് ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കുറയും. അതേപോലെ ഡയമെൻഷൻ പറയണമെന്നുണ്ടെങ്കിലും ഇതിന് ഡയമെൻഷൻ ഇല്ല. കാരണം എന്താ, മുകളിലും ഫോഴ്സ് താഴെയും ഫോഴ്സ്, അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് പോകും. അങ്ങനെ ഇതിന് ഡയമെൻഷൻ ഇല്ല. ഇനി ഫ്രിക്ഷൻ്റെ തന്നെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എപ്പോഴും യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ തന്നെ ആയിരിക്കും. അതൊരു ഫോഴ്സ് തന്നെയാണ്, ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഫ്രിക്ഷൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും. ആൻഡ് ഡയമെൻഷൻ ഫോഴ്സിൻ്റെ തന്നെ ഡയമെൻഷൻ ആയിരിക്കും. എന്താണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ? mL/(T)-2. ഓക്കെ, ഇനി നോക്കാം. ഇനി നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷനിലോട്ട് വരാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ, ഓപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ഈസ് മൂവിംഗ് ഓവർ അനദർ ബോഡി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടേബിൾ ഞാൻ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. ആദ്യം കുറേ നേരം അത് നീങ്ങത്തില്ല, പക്ഷെ നന്നായി ശക്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീങ്ങി തുടങ്ങി, പിന്നെ നമുക്ക് പതുക്കെ നീക്കിയാൽ മതി. അപ്പോൾ ഉള്ള വാല്യൂവിനാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ ബോഡി ഈസ് മൂവിംഗ്, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ പുറത്ത് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ഈ ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ നോക്കാം. വൺസ് അഗൈൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോൺടാക്ട്. നമുക്കത് വളരെ ഇൻറ്റ്യൂട്ടീവായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പരന്ന സർഫസിലാണെങ്കിൽ നമുക്ക് ഒരു സാധനത്തിന് തള്ളി നീക്കാൻ ഭയങ്കര പാടായിരിക്കും, പരപരപ്പുള്ള സർഫസ് ആണെങ്കിൽ. മിനുസപ്പെടുത്തിയ സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം നീക്കിക്കൊണ്ട് പോവാം. അപ്പോൾ നേച്ചർ ഓഫ് സർഫസ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഈ കൈനറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ വരുന്നത്. ഒരിക്കൽ കൂടി ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോൺടാക്ട് ആൻഡ് റിലേറ്റീവ് വെലോസിറ്റി. ഒരിക്കൽ കൂടി ഇതിന്റെ ഏരിയ ഓഫ് കോൺടാക്ട്, ഞാൻ പറഞ്ഞ പോലെ ഈ ബോഡിയാണ് ഞാൻ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ് മാറാത്തിടത്തോളം കാലം ഇത് ഞാൻ അടിച്ചു പരത്തി ഏരിയ കൂട്ടി എന്ന് പറഞ്ഞ് ഇതിന്റെ ഫ്രിക്ഷൻ ഒന്നും കൂടത്തില്ല. അതേപോലെ എത്ര സ്പീഡിൽ പോകുന്നു എന്നുള്ളതും ഇതിന് വലിയ കാര്യമല്ല. കാരണം എന്താ, ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നീക്കിയാലും പതുക്കെ നീക്കിയാലും ഫ്രിക്ഷണൽ വാല്യൂ സെയിം തന്നെ ആയിരിക്കും, ആസ് ലോങ് ആസ് ഈ R കോൺസ്റ്റന്റ് ആയിരിക്കുന്നുള്ളൂ. വെയിറ്റ് സെയിം ആയിരിക്കുന്നിടത്തോളം കാലം ഫ്രിക്ഷൻ ഏരിയയിനോ റിലേറ്റീവ് വെലോസിറ്റിനോ, എത്ര വെലോസിറ്റി ഈ സാധനം പോകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഒരിക്കൽ കൂടി ഈ ലിമിറ്റിംഗ് വാല്യൂ, ഈ ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, ഞാൻ അതിനെ FK എന്ന് പറയുവാണെന്ന് വിചാരിക്കാം. ഈ FK എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം, FK അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത് അവിടെ ഒരു കോൺസ്റ്റന്റ് കൊടുക്കണം. അതിനെ ഞാൻ μK എന്ന് വിളിക്കുവാണ്, μK × R എന്ന് വിളിക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ μK എന്ന് പറഞ്ഞ കൈനറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ്, ആ μKനെ എനിക്ക് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ആ μKന്റെ വാല്യൂ എന്ന് പറയുന്നത് FK/R ആയിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിന് യൂണിറ്റോ ഡയമെൻഷനോ ഒന്നും ഇല്ല. കാരണം മുകളിൽ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്, താഴെ വരുന്ന നോർമൽ റിയാക്ഷൻ അതും ഒരു ഫോഴ്സ് ആണ്. അപ്പോൾ ഇതിന് യൂണിറ്റ് രണ്ടും കട്ട് ചെയ്ത് പോയി. ഇതിന് യൂണിറ്റ് ഇല്ല, ഒരു യൂണിറ്റ് ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി, ഒരു നമ്പർ തന്നെ ആയിരിക്കും ഇത്. അതേപോലെ ഇതിന് ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനിലോട്ട് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ടൈപ്പ് നമ്മൾ പറഞ്ഞു, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു, കൈനറ്റിക് ഫ്രിക്ഷൻ പറഞ്ഞു. അതിൽ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനിൽ രണ്ട് ടൈപ്പ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതായത് തള്ളി ഒരു സാധനത്തെ ഞെരക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ, ഒരു സാധനം ഉരുണ്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. നമുക്ക് വളരെ ഇൻറ്റ്യൂട്ടീവായി ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം, ആ ബോളിനെ ഇട്ട് ഞെരക്കി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേ ആ ബോളിനെ ഇട്ട് ഉരുട്ടുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഓർക്കുക, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറവായിരിക്കും, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ? ഫ്രിക്ഷൻ വെൻ വൺ ബോഡി സ്ലൈഡ്സ് ഓവർ അനദർ ബോഡി, സർഫസ് ഓഫ് അനദർ ബോഡി, ഞെരക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ വെൻ വൺ ബോഡി റോൾസ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത് എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർക്കുക, നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ is greater than rolling friction, is greater than sliding friction, and that is greater than rolling friction. Okay, ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും, അതിനേക്കാളും കുറവായിരിക്കും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതിനേക്കാളും കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ. ഇവിടെ ഈ ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി ബിയിലെത്തുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാക്സിമം ആണ്. അതിനുശേഷം ആ സാധനം റോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലും സ്ലൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും ആ വാല്യൂ കുറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഡിറ്റർമൈൻ ദ മാക്സിമം വാല്യൂ ഓഫ് ആക്സലറേഷൻ, ACC എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്, ഓഫ് എ ട്രെയിൻ ഇൻ വിച്ച് എ ബോക്സ് ഓൺ ഫ്ലോർ റിമെയിൻ സ്റ്റേഷനറി. ന്യൂസ് തന്നിട്ടുണ്ട്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 0.15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ബോക്സ് നിൽക്കുവാണ് ഒരു ട്രെയിനിൻ്റെ അകത്ത്, ആ ബോക്സ് മൂവ് ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ട്രെയിനിന് എത്ര ആക്സലറേഷൻ വരെ ആവാം എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക, വീഡിയോ പോസ് ചെയ്തിട്ട്. അതേപോലെ ഈ കാര്യങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചത്.
ഓൾറൈറ്റ്, നിങ്ങൾ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു, ഈ ക്വസ്റ്റ്യനും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലാവാത്തവർ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ആൻസർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഫോളോ എല്ലാം ചെയ്യുക. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.15 ആയിരുന്നു തന്നു. ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുവാണ്, ആ ബ്ലോക്ക് വെച്ചേക്കുന്ന ഒരു ട്രെയിനിലാണ്, ട്രെയിൻ സർഫസിലാണ് വെച്ചേക്കുന്നത്. ആ ട്രെയിൻ ഇങ്ങോട്ട് ആക്സലറേറ്റ് ചെയ്യുന്നു, ആ ബ്ലോക്കിൻ്റെ മാസ് m ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആക്സലറേഷൻ, ട്രെയിൻ ആക്സലറേറ്റ് ചെയ്തത് കാരണം ഈ ബോഡിക്ക് അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് m×a ആയിരിക്കും, മാസ് ഇൻറ്റു ആക്സലറേഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എത്രയാണോ ആക്സലറേഷൻ ഉള്ളത് ഇൻറ്റു അവിടുത്തെ മാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഫോഴ്സ് കിട്ടും. ഓക്കെ, ഈ ഫോഴ്സ്, ഈ ബ്ലോക്ക് അനങ്ങുന്നില്ല എന്ന് പറയുന്നു, അനങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സിന്റെ വാല്യൂ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരെ പോകാം. ഓക്കെ, FS മാക്സ് നമ്മൾ നേരത്തെ എഴുതിയ സാധനം, ആ മാക്സിമം വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. എന്താണ് നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞത്? നമ്മൾ ഒരു ബോഡീനെ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാവും, കുറേ പുഷ് ചെയ്ത് നല്ല മാക്സിമം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മൂവ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ആ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. അതുവരെ എനിക്ക് ഈ ഫോഴ്സ് പോവാം, അതുവരെ പോയാലും ഇത് മൂവ് ചെയ്യത്തില്ല. അതിലും കൂടി കഴിഞ്ഞാൽ ഈ ബോഡി മൂവ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഈ എമ്മയുടെ മാക്സിമം വാല്യൂ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എനിക്കറിയാം, μs ഇൻറ്റു നോർമൽ റിയാക്ഷൻ ആണ് നമ്മൾ നേരത്തെ എഴുതി. μs ഇൻറ്റു ഈ കിട്ടുന്ന നോർമൽ റിയാക്ഷൻ, ഇതിന് താഴെ mg കിട്ടും. ഓക്കെ, ഇതിന്റെ മുകളിലോട്ടാണ് ഒരു നോർമൽ റിയാക്ഷൻ R കിട്ടുന്നത്. അപ്പോൾ μs ഇൻറ്റു ആ നോർമൽ റിയാക്ഷൻ ആണ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റണം. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? MA ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs ഇൻറ്റു R. ഓക്കെ, അതിന് കുറവോ അതിന് ഈക്വലോ ആവാം. ലെറ്റ്സ് സേ നമുക്ക് മാക്സിമം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിന് എത്രത്തോളം പോകാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈക്വൽ ടു ആവുന്നവരെ മാക്സിമം പോവാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? ഈ μs ഇൻറ്റു ആറിന് പകരം എനിക്ക് എന്തെഴുതാം? R എനിക്കറിയാം mg തന്നെയാണ്, താഴോട്ട് എന്ത് വെയിറ്റ് ഉണ്ടാവുന്നോ അത്രയും തന്നെയായിരിക്കും റിയാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് μs ഇൻറ്റു mg എന്നെഴുതാം. ഈ എമ്മും കട്ട് ചെയ്ത് പോയി. അപ്പോൾ A ഈസ് ഈക്വൽ ടു μs ഇൻറ്റു g. μs എന്ന് പറഞ്ഞാൽ 0.15 ആണ് തന്നിട്ടുണ്ട്, ഇൻറ്റു 10, g 10 ആയിട്ട് ഞാൻ എടുക്കുവാണ്, 9.8 ആണ്, 10 ആയിട്ട് നമുക്ക് സൗകര്യത്തിന് എടുക്കാം. ഈക്വൽ ടു 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരെ ഈ ട്രെയിൻ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന് അനക്കമൊന്നും ഉണ്ടാകത്തില്ല. അതിലും കൂടുതൽ ട്രെയിൻ ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഫോഴ്സ് കൂടുതലായതുകൊണ്ട്, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ കൂടുതലായതുകൊണ്ട് ആ ബ്ലോക്ക് അങ്ങോട്ട് നീങ്ങിപ്പോവും. ഈ കിട്ടുന്ന ആൻസറിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം ജി നമ്മൾ എടുത്തത്, ഇതിന് യൂണിറ്റ് ഇല്ല, മ്യൂസിന് യൂണിറ്റ് ഇല്ല, ജി നമ്മൾ എടുത്തത് 10 ആണ്, അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ SI യൂണിറ്റിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ആൻസർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലായത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ? ആംഗിൾ വിച്ച് ദ റിസൾട്ടന്റ് ഓഫ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ, FS മാക്സ് എന്ന് പറഞ്ഞ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷനും നോർമൽ റിയാക്ഷൻ, അത് രണ്ടിൻ്റെയും റിസൾട്ടൻറ്റ്. ശ്രദ്ധിക്കുക, ഒരു ബോഡി ഇങ്ങനെ ഇരിക്കുവാണെന്ന് വിചാരിക്കാം. ആ ബോഡിയിൽ ആദ്യം ബേസിക്കലി ഉണ്ടാകുന്ന ഫോഴ്സ് വെയിറ്റ് ആണ് mg. ആ വെയിറ്റിന് ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നോർമൽ റിയാക്ഷൻ R എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇത് കൂടാതെ വേറെ ഫോഴ്സ് ഒന്നുമില്ല. ഇനി അഥവാ ഇതിന് ഞാൻ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഫോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഫോഴ്സിന് ഓപ്പോസിറ്റായ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആ ഫ്രിക്ഷൻ മാക്സിമം വാല്യൂ ആയി എന്ന് വിചാരിക്കുക, FS മാക്സ് ആയി എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ആ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയമായി, അത്രയും പിടിച്ച് വലിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പിടിച്ച് തള്ളുവാണെന്നുണ്ടെങ്കിൽ ആ ടേബിളിനെ പിടിച്ച് തള്ളി മാക്സിമം വാല്യൂ ആക്കി, അതിനുശേഷം തള്ളിയാൽ നമുക്ക് മൂവ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ആ വാല്യൂ ആക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ FS മാക്സ് ആയി. ഇവിടെ R ഉണ്ട്. ഈ FS മാക്സും Rഉം തമ്മിൽ എനിക്കൊരു റിസൾട്ടന്റ് വരയ്ക്കാം. ആ റിസൾട്ടന്റെ കാര്യമാണ് പറയുന്നത്. ആംഗിൾ വിച്ച് റിസൾട്ടന്റ് ഓഫ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ FS മാക്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. ആ റിസൾട്ടന്റും മേക്സ് വിത്ത് ദി ഡയറക്ഷൻ ഓഫ് നോർമൽ റിയാക്ഷൻ, ഈ നോർമൽ റിയാക്ഷനുമായുള്ള ആംഗിൾ, അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ് ഇതിന്റെ റിസൾട്ടന്റ്? FS മാക്സിന്റെ ആറിന്റെയും റിസൾട്ടന്റ്, അതിന് ഞാൻ E എന്ന് വിളിക്കുവാണെന്ന് വിചാരിക്കുക. ആ Eയും ഈ Rഉം തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഇനി ഞാൻ ഈ പടത്തിന് ഇങ്ങോട്ട് വരയ്ക്കുവാണ്. ഇതാണ് നോർമൽ റിയാക്ഷൻ R എന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് വരുന്ന FS മാക്സ് ഞാൻ അത് മുകളിൽ വരയ്ക്കുവാണ്. ഓക്കെ, ഈ FS മാക്സിനെ Rന്റെ അറ്റത്ത് ഞാൻ കൊണ്ട് വരയ്ക്കുവാണ്. ഓക്കെ, ഇതാണ് എൻ്റെ റിസൾട്ടന്റ് E. ഓക്കെ, ഈ തീറ്റയാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ഞാൻ ABC എന്ന് പറയുവാണെന്ന് വിചാരിക്കാം. സോ ഫ്രം ട്രയാങ്കിൾ ABC എനിക്ക് എന്ത് പറയാം? ടാൻ തീറ്റ ഞാൻ എടുക്കുവാണെന്ന് വിചാരിക്കാം. ടാൻ തീറ്റ ഓൾവേസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. എന്ന് പറഞ്ഞാൽ AB, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന AB, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് BC ആണ്.
എ ബി ഡിവൈഡഡ് ബൈ ബി സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എനിക്കറിയാം എഫ് എസ് മാക്സ് ആണ് ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, ഇനി ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മാക്സിമം ഫ്രിക്ഷൻ എനിക്കറിയാം മ്യൂ എസ് ഇൻറ്റു ആർ ആണ്. ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ, അല്ലെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ്. സോ ടാൻ തീറ്റ മ്യൂ എസ് ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് മ്യൂ എസ് ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന സാധനം, അതായത് ആ റിസൾട്ടൻറ്റും നോർമൽ റിയാക്ഷനുമായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും അവിടെ ഉണ്ടാവുന്ന ആ സർഫസിൻ്റെ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ ടാൻ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പല ആപ്ലിക്കേഷനും നമുക്ക് ഈ ആംഗിൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഫ്യൂച്ചറിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് നമുക്ക് വരാം, നെക്സ്റ്റ് പോർഷനിലോട്ട്. ആംഗിൾ ഓഫ് റീപോസ്. നേരത്തെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞു, നെക്സ്റ്റ് ആംഗിൾ ഓഫ് റീപോസ് ആണ്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ്? മിനിമം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ വിത്ത് ഹൊറിസോണ്ടൽ സച്ച് ദാറ്റ് എ ബോഡി പ്ലേസ്ഡ് ഓൺ ദാറ്റ് പ്ലെയിൻ സ്റ്റാർട്ട് സ്ലൈഡിംഗ് ഡൗൺ. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, ഞാൻ ഒരു പ്ലെയിൻ, ഒരു മിനുസപ്പെടുത്തിയ ഒരു സർഫസ് ആണെന്ന് വിചാരിക്കുക, ഒരു സർഫസ് ആണ്. ആ പ്ലെയിനിൻ്റെ മുകളിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ വെച്ചു, ഈ എ ബി എന്ന് പറഞ്ഞാണ് ആ പ്ലെയിൻ. അതിൻ്റെ മുകളിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ വെച്ചു. എന്നിട്ട് ഞാൻ ഈ എ ബിനെ ചരിച്ച് കൊണ്ടുവരികയാണ്. ഓക്കെ, പിടിച്ച് പൊക്കി ചരിച്ച് കൊണ്ടുവരാണ്. ചരിവ് കൂടുന്തോറും ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അതിലും കൂടുതൽ ചരിവ് വന്നു കഴിഞ്ഞാൽ ഈ ബോഡി താഴോട്ട് മൂവ് ചെയ്യും. ശരിയാണോ? നിങ്ങൾ ഒരു പേന വെച്ചിട്ട്, പുസ്തകത്തിന് മുകളിൽ ഒരു പേന വെച്ചിട്ട് ആ പുസ്തകം ഇങ്ങനെ പൊക്കി വന്നാൽ ഒരു സമയം കഴിഞ്ഞാൽ അത് ഉരുണ്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിനിമം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ആ ഇൻക്ലിനേഷൻ്റെ മിനിമം ആംഗിൾ, ഓക്കെ, ഓഫ് എ പ്ലെയിൻ വിത്ത് ഹൊറിസോണ്ടൽ സച്ച് ദാറ്റ് എ ബോഡി പ്ലേസ്ഡ് ഓൺ ദാറ്റ് പ്ലെയിൻ. എന്ത് ആംഗിളാണ്? മിനിമം ആംഗിളാണ്. ആ ആംഗിൾ എത്തിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന ഒരു ബോഡി സ്റ്റാർട്ട് സ്ലൈഡിങ് ഡൗൺ, താഴോട്ട് സ്ലൈഡ് ചെയ്ത് തുടങ്ങും, ഞെരങ്ങി തുടങ്ങും. അങ്ങനെയുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ആ ആംഗിൾ ഓഫ് റീപോസിന് കൊടുക്കുന്ന പേരാണ് ആൽഫ, അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ ആണ് ആൽഫ. എങ്ങനെ ഈ ആൽഫ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. മാസ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ബോഡി എങ്ങനെയാണെന്നുണ്ടെങ്കിലും എത്ര ചരിവിലിരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വെയിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട് ആണ്. ഈ ഗ്രൗണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിൻ്റെ വെയിറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ വെയിറ്റ് ഫോഴ്സ് പറയാൻ പോവാണ്. അത് ഇങ്ങനെ താഴെ നേരെ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് അതിങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് വെയിറ്റ് ഫോഴ്സ് ആണ്. അതിന് ഞാൻ ഇവിടെ പറയുവാണ് എം ജി എന്ന്. ഓക്കെ, ഈ വെയിറ്റ് ഫോഴ്സ് ആണ്. ഇനി ഈ വെയിറ്റ് ഫോഴ്സിനെ എനിക്ക് രണ്ട് കമ്പോണൻ്റായി തിരിക്കാം. എന്തൊക്കെ കമ്പോണൻ്റ് ആണ്? ആദ്യം ഞാൻ ഈ പ്ലെയിനിന് വേർട്ടിക്കലായി ഒരു കമ്പോണൻറ്റ് പറയുവാണ്. ഓക്കെ, പ്ലെയിനിൻ്റെ 90 ഡിഗ്രി, ഈ പ്ലെയിനിന് 90 ഡിഗ്രി. ആൻഡ് ഈ പ്ലെയിനിന് പാരലായി ഒരു കമ്പോണൻറ്റ് വരും. അതായത് പെർപെൻഡിക്കുലറായി, പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലറായ ഒരു കമ്പോണൻറ്റ്, പ്ലെയിനിൻ്റെ പാരലായ ഒരു കമ്പോണൻറ്റായി ഈ എം ജി എന്ന് പറഞ്ഞ ഈ വെയിറ്റിനെ എനിക്ക് തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയേണ്ടത് ഈ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ എനിക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് എ ആണ്, ഇതിന് ഞാൻ ബി ആണെന്ന് പറയുന്നത് വിചാരിക്കുക. ഇത് ബി ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ ഇതിനെ എ ബി സി പറഞ്ഞു, ഇനി ഡി ആണെന്ന് വിചാരിക്കുക. ഇത് ഇ, ഇത് എഫ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, എനിക്ക് ആംഗിൾ എഫ് എ ഡി അറിയാം. ഓക്കെ, ആംഗിൾ എഫ് എ ഡി എന്ന് പറയുന്നത് ആൽഫയാണ്. അതാണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി അടുത്തത് ആംഗിൾ എ ഡി എഫ് 90 ഡിഗ്രി ആണെന്നറിയാം. കാരണം പ്ലെയിൻ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഗ്രൗണ്ടുമായി പെർപെൻഡിക്കുലർ ആയിരിക്കും, അത് 90 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ എഫ് ഡി നോക്കുക. ട്രയാങ്കിൾ എ എഫ് ഡിയിൽ നിന്നും ഈ ഒരു ആംഗിൾ എ എഫ് ഡി എന്ന് പറഞ്ഞ ആംഗിൾ അത് 90 മൈനസ് തീറ്റ ആയിരിക്കും, 90 മൈനസ് ആൽഫ ആയിരിക്കും. കാരണം എന്താ? അതൊരു ട്രയാങ്കിൾ ആണ്. ടോട്ടൽ വാല്യൂ 180 ആണ്. അപ്പോൾ ഇത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 180 കിട്ടണം. കൂട്ടി നോക്കാം, 90 പ്ലസ് ആൽഫ പ്ലസ് 90 മൈനസ് ആൽഫ 180 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എ എഫ് ഡി 90 മൈനസ് ആൽഫ ആണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, എനിക്ക് ഒരു കാര്യം കൂടെ അറിയാം. ആംഗിൾ എ എഫ് ഇ എന്ന് പറഞ്ഞ സാധനം ഞാൻ വരച്ചത് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ വരച്ചത്. അപ്പോൾ എ എഫ് ഇ എന്ന് പറയുന്നത് പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ എ എഫ് ഇ എന്ന് പറയുന്നത് 90 ആണ്. ഓക്കെ, എ എഫ് ഇയിൽ രണ്ട് സാധനങ്ങളുണ്ട്. എ എഫ് ഡി ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ എഫ് ഡി എന്ന് പറയുന്നത് 90 മൈനസ് ആൽഫ ആണ്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ള ഡി എഫ് ഇ എന്ന് പറയുന്നത്, ആംഗിൾ ഡി എഫ് ഇ എന്ന് പറയുന്നത് 90 മൈനസ് ആൽഫ ആയിരിക്കും.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആൽഫ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്ന ആംഗിൾ എനിക്ക് ആൽഫയാണ്. അത് ആൽഫയാണെങ്കിൽ ഈ ഫോഴ്സ് mg ആണല്ലോ, ആ ഫോഴ്സിനെ എനിക്ക് രണ്ട് കമ്പോണൻ്റ് ആയി തിരിക്കാം. ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത്, അതായത് എഫ് ഇയിലോട്ടുള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് mg കോസ് ആൽഫ ആയിരിക്കും. ഓക്കെ, വൈയിലോട്ടുള്ള കമ്പോണൻറ്റ്, അതായത് എഫ് എയിലുള്ള കമ്പോണൻറ്റ് mg സൈൻ ആൽഫ ആയിരിക്കും. ഓക്കെ, അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ mg സൈൻ ആൽഫ കാരണമാണ് ഇത് താഴെ വരുന്നത്. mg കോസ് ആൽഫ അങ്ങോട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ mg കോസ് ആൽഫയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് എനിക്ക് നോർമൽ റിയാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ആർ എന്ന് പറയുന്നത് mg കോസ് ആൽഫ ആയിരിക്കും. സോ ആർ ഇസ് ഈക്വൽ ടു mg കോസ് ആൽഫ. ആൻഡ് mg സൈൻ ആൽഫയ്ക്ക് ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. ഇതിനെ എഫ് എസ് മാക്സ് എന്ന് ഞാൻ വിളിക്കുവാണ്. അപ്പോൾ എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ അതിനും കൂടുതലായാൽ, ഇൻക്ലിനേഷൻ അതിലും കൂടുതലായാൽ, അതായത് ഈ mg സൈൻ ആൽഫ ഈ ഇൻക്ലിനേഷൻ കൂടുന്തോറും mg സൈൻ ആൽഫ കൂടിക്കൊണ്ട് വരും. ഒരു ലിമിറ്റിന് കൂടുതലായി കഴിഞ്ഞാൽ അത് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരും. അപ്പോൾ ആ സ്ലൈഡ് ചെയ്ത് തുടങ്ങുന്ന സമയമാണ് നമ്മൾ പറയുന്നത് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് mg സൈൻ ആൽഫ ആവുമ്പോൾ ഇത് സ്ലൈഡ് ചെയ്ത് തുടങ്ങും. അതിൽ കൂടുതലായാലും സ്ലൈഡ് ചെയ്യും. പിന്നെ മാക്സിമം അതുവരെ പോവാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആൽഫയാണ്. എങ്ങനെ നമുക്കറിയാം? എഫ് എസ് മാക്സ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ അറിയാം, മ്യൂ എസ് ഇൻറ്റു ആർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെഴുതാം? മ്യൂ എസ് ഇസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ ആർ എന്നെഴുതാം. എഫ് എസ് മാക്സ് എനിക്കറിയാം mg സൈൻ ആൽഫ, ആർ mg കോസ് ആൽഫ. അപ്പോൾ mg സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ mg കോസ് ആൽഫ, അതായത് മ്യൂ എസ് എന്ന് പറയുന്നത് ടാൻ ആൽഫയാണ്. ഓക്കെ, ആൽഫ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കൽ കൂടെ ഞാൻ ഇവിടെ എഴുതുവാണ്. ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ എസ്. സോ ആംഗിൾ ഓഫ് റീപോസും ഒരിക്കൽ കൂടി ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് ആംഗിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രിക്ഷനിൽ. പലപ്പോഴും പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ രണ്ട് ആംഗിൾസ് വെച്ചിട്ട് ചോദ്യം വരാറുണ്ട്. നമുക്ക് ഒരു ചോദ്യം ചെയ്ത് നോക്കാം. എ മാസ് ഓഫ് 4 kg rests on an inclined plane at an angle of 15 degree. ഓക്കെ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ വാല്യൂ 15 ഡിഗ്രി ആണ്, ഇൻക്ലിനേഷൻ 15 ഡിഗ്രി ആണ്. അതിലൊരു മാസ് റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the mass just begins to slide. What is the value of mu s? എത്രയാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തറിയാം? ഈ 15 ഡിഗ്രിയിൽ അത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് ആംഗിൾ ഓഫ് റീപോസ്. അപ്പോൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് എന്തറിയാം? മ്യൂ എസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. മ്യൂ എസ് എന്ന് പറയുന്നത് ടാൻ ആൽഫയാണ്. അപ്പോൾ മ്യൂ എസ് ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ 15 ഡിഗ്രി. ഇതായിരിക്കും എനിക്ക് അവിടെ ഉള്ള കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് എ ബ്ലോക്ക് ആൻഡ് ട്രോളി സിസ്റ്റം ഇഫ് മ്യൂ കെ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ, ഇസ് ഈക്വൽ ടു 0.04. ഓക്കെ, മ്യൂ കെ തന്നിട്ടുണ്ട് 0.04 ആണ്. എത്ര ആക്സലറേഷൻ ഇതിലുണ്ടാവും എന്നാണ് ചോദ്യം. നമുക്ക് എന്തെല്ലാം ഫോഴ്സസ് ആണ് ഇവിടെ ഉള്ളതെന്ന് ആദ്യം എഴുതാം. ഇവിടെ താഴോട്ട് mg ഉണ്ട്, അതായത് 3 × 10 ഉണ്ട്, 30 ന്യൂട്ടൺ താഴോട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴോട്ട് 20 × 10 200 ന്യൂട്ടൺ താഴോട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നോർമൽ റിയാക്ഷൻ ആർ എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ആണ്. ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ 3 kgക്ക് എന്താണോ ആക്സലറേഷൻ ഉണ്ടാവുന്നത് അതേ ആക്സലറേഷൻ ആയിരിക്കും 20 kg ഉണ്ടാവുന്നത്. 3 kg എത്ര താഴും? കാരണം ഒരേ ഒറ്റ സ്ട്രിങ് ആണ്. 3 kg എത്ര ആ സ്ട്രിങ്ങിനെ വലിക്കാനോ വലിഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല. അപ്പം 3 kg എത്ര ആക്സലറേഷൻ താഴെ പോകുന്നോ അത്രയും ആക്സലറേഷൻ തന്നെ 20 kg പോകുന്നു. അപ്പോൾ ആക്സലറേഷനെ ഞാൻ എ എന്നെടുക്കുവാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ 3 kgയിലുള്ള ആക്സലറേഷൻ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ഫോഴ്സ് മൈനസ് ടെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 30 മൈനസ് ടി ഇസ് ഈക്വൽ ടു എന്താണ് അവിടെ ഉണ്ടാകുന്ന താഴോട്ടുള്ള ആക്സലറേഷൻ? m × a ആണ്. m എനിക്കറിയാം 3 × a. താഴോട്ടുള്ള mg മൈനസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു ma എന്ന് ഞാൻ എഴുതിയതേ ഉള്ളൂ. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെന്ന് വിചാരിച്ചോളാം. ഓക്കെ, ഇനി അടുത്ത 20 kg മാസ് ഞാൻ നോക്കാൻ പോവാണ്. 20 kg മാസിൽ എന്തൊക്കെയാണ് ഫോഴ്സസ് ഉള്ളത്? ആദ്യത്തെ ഫോഴ്സ് ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഇങ്ങോട്ടാണ്. ഈ സ്ലൈഡിൽ നോക്കുമ്പോൾ ഇങ്ങോട്ടായിരിക്കും ടെൻഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ടെൻഷൻ്റെ ഓപ്പോസിറ്റായി ഇവിടെ ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തെഴുതാം?
ടെൻഷൻ മൈനസ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്നത് 20 × A. ഓക്കെ, ഇനി ഫ്രിക്ഷൻ്റെ വാല്യൂ എനിക്കറിയാൻ പറ്റും. ഫ്രിക്ഷൻ എപ്പോഴും എഫ് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ എഫ് കെ എന്ന് പറയുന്നത് എപ്പോഴും മ്യൂ കെ ഇൻറ്റു ആർ ആണ്. അതായത് മ്യൂ കെ ഇവിടെ തന്നിട്ടുണ്ട് 0.04, 0.04 ഇൻറ്റു ആർ 200 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 8 ന്യൂട്ടൺ ആയിരിക്കും ഫ്രിക്ഷൻ വരുന്നത്. അപ്പോൾ എനിക്ക് എന്തെഴുതാം? ടി മൈനസ് എഫ് കെക്ക് പകരം 8 എന്ന് എഴുതാം. 8 = 20 A. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഞാൻ 1 + 2 ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് രണ്ടും ആഡ് ചെയ്യുവാണ്. 30 - t + t - 8 + t - t ക്യാൻസൽ ചെയ്ത് പോകും. 30 - 8 22 is equal to 3A + 20A 23A. അങ്ങനെയാണെങ്കിൽ എനിക്ക് A കിട്ടും 22/23 m/s². ഇത്രയും ആക്സലറേഷനിലോട്ടായിരിക്കും ഇത് താഴോട്ടോ ഏത് ഈ ഡയറക്ഷനാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ താഴോട്ടായിരിക്കും ഇത് പോകുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടെൻഷൻ ഓഫ് ദി സ്ട്രിങ്? അതാണ് അടുത്ത ചോദ്യം. ടെൻഷൻ ഓഫ് ദ സ്ട്രിങ് എടുക്കാൻ എനിക്ക് ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ആ ഇക്വേഷനിലോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. t - 8 is equal to 20A എന്ന് എനിക്കറിയാം. അപ്പോൾ t is equal to 8 + 20 into ഈ ആക്സലറേഷൻ്റെ വാല്യൂ 22/23. ഇത്രയും ന്യൂട്ടൺ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. ഇതൊന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം. ഇത്രയായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ്. ഓൾറൈറ്റ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്രിക്ഷനെ കുറിച്ചാണ്. ഫ്രിക്ഷനെ കുറിച്ച് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ പറയണം. ആദ്യം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ. ഈ കൈനറ്റിക് ഫ്രിക്ഷനിൽ തന്നെ 2 ടൈപ്പ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഏറ്റവും ഹയസ്റ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അതിൻ്റെ മാക്സിമം വാല്യൂവിനാണ് നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം കുറവാണ്, അതിനേക്കാളും കുറവാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, അതിനേക്കാളും ഏറ്റവും കുറവാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് നമ്മൾ നോക്കി. അതിനുശേഷം എങ്ങനെയായിരിക്കും? µs × r ആയിരിക്കും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, µk × r ആയിരിക്കും കൈനറ്റിക് ഫ്രിക്ഷൻ. ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റിന് ഓപ്പോസിറ്റ് എന്ത് സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ ഉള്ള നോർമൽ റിയാക്ഷൻ. അതിനുശേഷം നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷനും ആംഗിൾ ഓഫ് റീപോസും നോക്കി. രണ്ടും ടാൻ ഇൻവേഴ്സ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം 2 പ്രോബ്ലം ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻസിൽ എഴുതുക. അതേപോലെ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട്സ് എഴുതിയെടുത്തോളാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.